ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ജൂൺ 19 വായനാ ദിനവുമായി ബന്ധപ്പെട്ട് LP, UP, HS വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ക്വിസ് മത്സരത്തിന് ഉപകാരപ്പെടുന്ന 50 ചോദ്യങ്ങളുമായിട്ടാണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഹരിപ്രസാദ് ചൗരസ്യ ഏത് സംഗീതോപകരണത്തിലാണ് പ്രാവീണ്യം നേടിയത്? ഓടക്കുഴൽ. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര്? VV അയ്യപ്പൻ. മലയാളത്തിലെ ആദ്യ യാത്രാ വിവരണ ഗ്രന്ഥം ഏത്? വർത്തമാന പുസ്തകം. വർത്തമാന പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? പാറമേക്കൽ തോമാ കത്തനാർ. മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം ഏതാണ്? വീണപൂവ്. ബാലാമണിയമ്മയുടെ പ്രഥമ കൃതി ഏത്? കൂപ്പുകൈ. കേരള ശാകുന്തളം എന്ന് വിശേഷിക്കപ്പെടുന്നത്? നളചരിതം ആട്ടക്കഥ. വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ച ശേഷം പ്രസിദ്ധീകരിച്ച ചെറുകഥ? യാ ഇലാഹി. കേരളത്തിലെ ആദ്യത്തെ വായനശാല ഏതാണ്? ദേശസേവിനി ഗ്രാമീണ വായനശാല, എറണാകുളം. കുറത്തി എന്ന കവിതയുടെ രചയിതാവ് ആര്? കടമ്മനിട്ട. പ്രിയപ്പെട്ടവരെ, തിരിച്ചു വരാൻ വേണ്ടി യാത്ര ആരംഭിക്കുന്നു എന്ന വരികളോടെ അവസാനിക്കുന്ന പ്രമുഖ മലയാള നോവൽ? അസുരവിത്ത്, MT വാസുദേവൻ നായർ. മലയാള ഭാഷയിൽ ആദ്യമായി ആത്മകഥ എഴുതിയതാര്? വൈക്കത്ത് പാച്ചുമുത്ത്. മലയാളത്തിലെ ആദ്യത്തെ സന്ദേശകാവ്യം ഏതാണ്? ഉണ്ണുനീലി സന്ദേശം. ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ മലയാളത്തിലെ നോവൽ? അഗ്നിസാക്ഷി. 1829 കേരളത്തിലെ ആദ്യത്തെ പൊതുവായനശാല തിരുവനന്തപുരത്ത് ആരംഭിച്ചതാര്? സ്വാതി തിരുനാൾ. വായിക്കപ്പെടുന്നത് എന്ന അർത്ഥത്തിലുള്ള മുസ്ലിങ്ങളുടെ പുണ്യഗ്രന്ഥമേത്? വിശുദ്ധ ഖുർആൻ. കാക്കനാടൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നതാര്? ജോർജ് വർഗീസ്. തൻ്റെ ഡയറി കുറിപ്പുകളിലൂടെ നാസി ഭീകരതയെ വിവരിച്ച ലോകപ്രശസ്തയായ പെൺകുട്ടി? ആൻ ഫ്രാങ്ക്. അപ്പുക്കിളി ഏത് നോവലിലെ കഥാപാത്രമാണ്? ഖസാക്കിൻ്റെ ഇതിഹാസം. കഥയില്ലാത്തവൻ്റെ കഥ എന്ന ആത്മകഥ ആരുടേത്? NM പാലൂർ. നാലപ്പാട്ട് നാരായണ മേനോൻ എഴുതിയ വിലാപകാവ്യം ഏത്? കണ്ണുനീർ തുള്ളി. കേരള ഗ്രന്ഥശാലാ ദിനം എന്നാണ്? സെപ്റ്റംബർ 14. ഇന്ത്യൻ ലൈബ്രറി പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? SR രംഗനാഥൻ. മലയാള സാഹിത്യത്തിലെ പൂങ്കുയിൽ എന്നറിയപ്പെടുന്നതാരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. കാക്കേ കാക്കേ കൂടെവിടെ എന്ന് തുടങ്ങുന്ന ബാലസാഹിത്യ കവിത എഴുതിയ മഹാകവി? ഉള്ളൂർ S പരമേശ്വരയ്യർ. ശക്തിയുടെ കവി എന്ന് വിശേഷിപ്പിക്കുന്നതാരെ? ഇടശ്ശേരി ഗോവിന്ദൻ നായർ. വൈക്കം മുഹമ്മദ് ബഷീർ എഴുതിയ നാടകം ഏതാണ്? കഥാബീജം. ഇവനെക്കൂടി എന്ന കവിത രചിച്ചതാരാണ്? സച്ചിദാനന്ദൻ. ദേശീയ ലൈബ്രറിയൻ ദിനം എന്നാണ്? ഓഗസ്റ്റ് 12. SR രംഗനാഥൻ്റെ ജന്മദിനം. ബൈബിൾ കഥയിൽ നിന്നും ഇതിവൃത്തം സ്വീകരിച്ചുകൊണ്ട് വള്ളത്തോൾ രചിച്ച ഖണ്ഡകാവ്യം? മഗ്ദല മറിയം. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ ഏതാണ്?
വാസനാവികൃതി. ഇവനെക്കൂടി എന്ന കവിത ആരെക്കുറിച്ചുള്ളതാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. എൻ്റെ നാടുകടത്തൽ ഇത് ആരുടെ ആത്മകഥാണ്? സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. അധ്യാപക കഥാകൃത്ത് എന്നറിയപ്പെടുന്നത് ആര്? കാരൂർ നീലകണ്ഠപിള്ള. അവകാശികൾ എന്ന നോവൽ രചിച്ചത് ആരാണ്? വിലാസിനി M.K. മേനോൻ. കണ്ണൻ എന്ന കാള കഥാപാത്രമുള്ള ചെറുകഥ ഏത്? ശബ്ദിക്കുന്ന കലപ്പ. നളചരിതം ആട്ടക്കഥ ആരാണ് രചിച്ചത്? ഉണ്ണായി വാര്യർ. ഇന്ദുലേഖ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയതാര്? ഡ്യുമർഗ്. കാളിദാസനെ നായകനാക്കി ഉജ്ജയിനി എന്ന കവിത രചിച്ചതാര്? ONV കുറുപ്പ്. കേരളത്തിലെ പക്ഷികൾ എന്ന കൃതി രചിച്ചതാര്? ഇന്ദുചൂടൻ. മലയാളത്തിൽ സിനിമയാക്കപ്പെട്ട ആദ്യ നോവൽ ഏത്? മാർത്താണ്ഡവർമ്മ. കേരളരാമം എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കൃതി ഏത്? ഹോർത്തൂസ് മലബാറിക്കസ്. ചിരസ്മരണ എന്ന നോവലിൻ്റെ രചയിതാവ്? നിരഞ്ജന. വാത്മീകി രാമായണം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാര്? വള്ളത്തോൾ നാരായണ മേനോൻ. ഒരു തൊഴിലാളി കഥാപാത്രമാവുന്ന മലയാളത്തിലെ ആദ്യ നോവൽ? ഓടയിൽ നിന്ന്. മായൻ എന്ന കഥാപാത്രം ഉറൂബിൻ്റെ ഏത് നോവലിലാണ്? ഉമ്മാച്ചു. ബുദ്ധൻ കഥാപാത്രം ആവുന്ന കുമാരനാശാൻ്റെ കൃതി? ചണ്ഡാല ഭിക്ഷുകി. നാം മുന്നോട്ട് എന്ന കൃതി രചിച്ചതാര്? KP കേശവമേനോൻ. ചിരുതയും ചാത്തനും തകഴി രചിച്ച ഏത് നോവലിലെ കഥാപാത്രങ്ങളാണ്? രണ്ടിടങ്ങഴി. ദേവകി മാനമ്പിളി ഏത് നോവലിലെ പ്രധാന കഥാപാത്രമാണ്? അഗ്നിസാക്ഷി. നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വായനാ ദിനത്തിൻ്റെ പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.